താർ റോക്സ് XUV700 3XO അങ്ങനെ മഹീന്ദ്രയ്ക്ക് പല വേർഷൻസ് ഉണ്ട്. ഇപ്പൊ ഇലക്ട്രിക് കാർസ് വന്നിട്ടുണ്ട്. അപ്പൊ മഹീന്ദ്ര വണ്ടി എടുക്കാൻ തീരുമാനിച്ചവർക്ക് എന്തുണ്ടാവും? ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ആക്ച്വലി നമുക്ക് ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ആ എടുക്കുന്ന സമയത്ത് തന്നെയായിരുന്നു നമ്മുടെ താർ റോക്സിന്റെ ലോഞ്ചും നമ്മൾ നവംബർ സമയത്ത് എടുത്തപ്പോൾ ആ സമയത്താണ് താർ റോക്സിന്റെ ബുക്കിംഗ്. അവസാനം നമ്മൾ എടുത്ത വണ്ടി എന്ന് പറഞ്ഞാൽ XUV700 ആണ്. അപ്പൊ എങ്ങനെ നമ്മൾ അതിലേക്ക് വന്നു? ഇപ്പം വണ്ടി എടുക്കാം, മഹീന്ദ്രയുടെ വണ്ടി എടുക്കാൻ പോകുന്നവർക്കും ഇത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഏതെങ്കിലും രീതിയിൽ അവരെ സഹായിക്കുമെന്ന് ഞങ്ങളും പ്രതീക്ഷിക്കുന്നു. അതെ, അത് മാത്രമല്ല നമ്മുടെ മനസ്സിൽ വേറെ കുറെ ഓപ്ഷൻസും ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങനെ നമ്മൾ ഇതിലോട്ടൊക്കെ വന്നു, എന്തുകൊണ്ട് നമ്മൾ XUV700 ചൂസ് ചെയ്തു എന്നുള്ളതിന്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മൾ XUV700 എടുത്തത് നമ്മുടെ നല്ലൊരു തീരുമാനമായിരുന്നു എന്നും കൂടി നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യും. അതെ, അപ്പൊ ഈ വീഡിയോ മിസ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം. നമ്മൾ വണ്ടി എടുത്ത സമയത്ത് പലരും ചോദിച്ചു എന്തുകൊണ്ട് അപ്പൊ ഇറങ്ങിയ ഒരു മോഡൽ പ്രിഫർ ചെയ്യാതെ XUV700 വന്നു എന്നുള്ളത്. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന ചിലർക്ക് താറും XUV700 മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങളുടെ മനസ്സിൽ. അപ്പൊ അതിൽ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പൊ അതിന് കുറച്ച് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് തരാം. അപ്പൊ ഇപ്പോഴും നമ്മൾ നിൽക്കുന്ന എവിടെയെന്ന് പറഞ്ഞാൽ കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. പക്ഷേ ഈ വഴി കണ്ട പെട്ടെന്ന് മനസ്സിലാക്കില്ല, പൊന്മുടിയിലോട്ടുള്ള വഴിയാണ്. അതെ, അപ്പൊ നമ്മൾ ഇന്നൊരു ശിവരാത്രി ദിവസമാണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പൊന്മുടിയിലേക്ക് വന്നതാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതിനു മുന്നേ നമുക്കൊരു സെൽഫി സ്റ്റിക്ക് വാങ്ങിക്കണം അല്ലേ? നമ്മുടെ സെൽഫി സ്റ്റിക്ക് പോയിരിക്കുകയാണ്. അപ്പൊ നമ്മളിപ്പോ ലുലു മോളിലോട്ട് കയറുവാണ്. അപ്പോൾ നമ്മളിങ്ങനെ ലുലു കണക്കിലെത്തിയേക്കാണ്. ഇവിടെ എവിടെയാണ് സാധനം ഉള്ളത് നോക്കാം. ഇത് അടിപൊളി ഒരു സംഭവം ഇന്ന് വന്നപ്പം കാണാൻ പറ്റിയതാണേ. നല്ല രസമുണ്ടല്ലേ? താമര, ഇവിടെയൊക്കെ കുറെ ചെടികളുണ്ട്. അടിപൊളി ഫ്ലവർ ഫെസ്റ്റിവലൊക്കെ നടക്കുന്നുണ്ട്. ഇഷ്ടമുള്ളവർക്ക് വന്ന് കാണാം. ലുലു മാളിനകത്ത് മാവ്. നമ്മള് ലുലു മാളിൽ വന്ന് നിരാശരായിട്ട് മടങ്ങുവാണ്. പുറത്തെ കടയിൽ പോയിട്ട് അപ്പൊ നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. അതെ, തകരപ്പുറമ്പിൽ നിന്ന് കിട്ടി. അപ്പൊ നമ്മളിന്ന് നേരെ അടുത്ത സ്ഥലത്ത് അല്ലേ. അപ്പൊ നമ്മളിപ്പോ നേരെ പൊന്മുടിയുടെ അടുത്ത മുകളിലെത്തി. ഇപ്പൊ ഏകദേശം 4 മണിയായി. ഇവിടെ വരുമ്പോ ശ്രദ്ധിക്കേണ്ട 4 മണി വരെ കേട്ടത്തുള്ളൂ. അപ്പൊ എന്തായാലും നമ്മൾ അതിന് ഇവിടെ എത്തി. വേറെ പടി കൂടെ കിട്ടി. മൈക്ക് എടുത്തില്ല. അതെ, മൈക്ക് എടുക്കുന്ന പോലെ തോന്നി, പക്ഷേ മൈക്ക് എടുത്തിട്ടില്ല. അപ്പൊ ഇവിടെ എത്രത്തോളം കിട്ടുന്നൊന്നും ഇപ്പൊ അറിയില്ല. നല്ല കാറ്റുണ്ട്. അപ്പൊ ഞങ്ങളുടെ വോയിസ് ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ താർ റോക്സ് എടുക്കാതെ നമ്മൾ XUV എടുത്ത എന്താണെന്നാണ് നമ്മൾ പറയാൻ പറ്റുന്നത്. കുറെ നാളെ നമ്മൾ സെർച്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കുറെ നാളായിട്ട് നമ്മളിങ്ങനെ നോക്കി നടക്കണം. ഏത് വണ്ടി എടുക്കും, ഏത് എടുക്കണം എന്നൊന്നും പിടിയില്ല. നമ്മൾ ശരിക്കും ഭയങ്കര കാറ്റ്. അപ്പൊ സാധനം ഒന്നും ഇരിക്കുന്നില്ല. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര പ്രതികൂല കാലാവസ്ഥയിലാണ്. ഓക്കെ, അപ്പൊ നമ്മൾ വണ്ടി സെർച്ച് ചെയ്ത് എത്ര വർഷം സെർച്ച് ചെയ്തു? നമ്മൾ ആക്ച്വലി ഒരു 1-2 വർഷത്തെ 2 വർഷത്തോളം നമ്മൾ റിസർച്ച് ചെയ്തിട്ടാണ് നമ്മളൊരു വണ്ടി സെലക്ട് ചെയ്തത്. അപ്പൊ ആ തുടക്കം എന്ന് പറഞ്ഞാൽ നമ്മള് അല്ല, നമ്മള് ഫസ്റ്റ് ഈ XUV നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. പക്ഷെ ഈ 7 സീറ്റർ ആയതുകൊണ്ട് നമ്മളൊക്കെ തുടക്കത്തിൽ XUV ഇപ്പൊ പറയുന്ന ഫീച്ചേഴ്സ് ഒക്കെ വരുന്നതിന് കുറെയൊക്കെ മുമ്പ്. അതെ, ഏകദേശം 2 വർഷത്തോളം ആയി. അപ്പൊ അത് ആ സമയത്ത് നമുക്കൊരു 7 സീറ്ററിന്റെ ആവശ്യമില്ലായിരുന്നു. പക്ഷെ അത് ഭയങ്കര വില, ആ വിലക്കുള്ള ഫീച്ചേഴ്സും ഇല്ലായിരുന്നു. അപ്പൊ അത് നമ്മളത് വേണ്ടാന്നേ വെച്ചു. അതെ, അതിനുശേഷമാണ് ഈ Kia ഓടിച്ചു, ഇത് ഓടിച്ചു, അങ്ങനെ എല്ലാ വണ്ടിയും നമ്മൾ അന്ന് നോക്കി. അതെ, പക്ഷെ ഈ ഞാൻ പറഞ്ഞ ഡസ്റ്റർ, നമ്മുടെ മുന്നത്തെ വണ്ടി എല്ലാവർക്കും അറിയാം ഡസ്റ്റർ ആയിരുന്നു. അപ്പൊ അതിന്റെ ഈ ഗ്രില്ലിനോടൊരു എന്താ പറയാ ഇഷ്ടം തോന്നിയിട്ടാണ്. അതേപോലെ തന്നെയാണ് ഹെക്ടറിനും തോന്നിയത്. MG ഹെക്ടറിന്റെ ഫ്രണ്ടിലത്തെ ഗ്രില്ല് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഇപ്പോഴത്തെ വലിയ ഗ്രില്ലല്ല കേട്ടോ, അതിന് മുമ്പിലത്തെ ഗ്രില്ല് നമുക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടത്. അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആക്ച്വലി അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ 2-3 വണ്ടികൾ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തായിരുന്നു. അങ്ങനെയാണ് നമ്മൾ MG ഹെക്ടറിലോട്ട് വരുന്നത്. അപ്പൊ അതിന്റെ ഗ്രില്ലും ഈ പറഞ്ഞ പോലെ പഴയ മോഡൽ അല്ലേ, അതും ഇച്ചിരി ആകർഷണീയമായി. പഴയ മോഡൽ. അതെ, അങ്ങനെ നമ്മള് ഇപ്പോഴത്തെ അല്ല, പഴയ മോഡലിലെ ഗ്രില്ല് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ അങ്ങനെ അത് നോക്കി. അപ്പൊ അതും നമ്മൾ ഓടിച്ചു നോക്കി. അതും കുറെ ഓടിച്ചു നോക്കിയിട്ട് നമുക്ക് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഒരു ഇഷ്ടം തോന്നില്ല. അപ്പൊ അത് നമ്മളന്ന് ഡ്രോപ്പ് ചെയ്തു. പിന്നെ നമുക്ക് കുറച്ച് വേറെ കാര്യങ്ങൾ നമ്മൾ കുറെ നാളത്തേക്ക് പിന്നെ നോക്കിയതേയില്ല. ഇപ്പൊ വേണ്ടാന്നുള്ള ഒരു രീതിയിൽ അങ്ങനെ വേണോ എന്നൊക്കെ ഉള്ള ഇതിൽ അങ്ങനെ നിൽക്കുമായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് ഇയറിനും ആയപ്പോ ഇത് വാങ്ങിക്കപ്പോ ഒരു 6 മാസത്തിന് മുന്നേ, ഒരു 6-7 മാസത്തിന് മുന്നേ നമ്മൾ വീണ്ടും ഈ MG ഹെക്ടറിന്റെ രണ്ടാമത്തെ ഒരു മോഡൽ, റീസെന്റ് ആയിട്ടൊരു മോഡൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഗ്രില്ലും ഈ പറഞ്ഞ പോലെ അതിന്റെ ആ ഭംഗിയുണ്ടല്ലോ, MG ഹെക്ടറിന്റെ ഒരു ബോഡി, ആ ഒരു സ്ട്രക്ചർ ഇഷ്ടപ്പെട്ടു. അപ്പൊ അങ്ങനെ നമ്മൾ വിചാരിച്ചു അപ്പൊ ആ പുതിയ മോഡൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്നും പറഞ്ഞാണ് നമ്മള് പിന്നെയും റീസ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു പ്രോസസ്. നമുക്ക് അങ്ങനെ വണ്ടി പിന്നെ ഇഷ്ടപ്പെട്ടു. നോക്കി അവസാനം നമ്മൾ ബുക്ക് ചെയ്തു. വെള്ളം വേണോ കറുപ്പ് വേണോ അങ്ങനെ കുറെ കൺഫ്യൂഷൻ ഒക്കെ അവസാനം വണ്ടി ഇതൊന്നും ഉറപ്പിച്ചില്ലെങ്കിലും നമുക്ക് ഡീസൽ എന്തായാലും നമ്മൾ ഡീസൽ എടുക്കുള്ളൂ. അങ്ങനെ നമ്മള് വൈറ്റിൽ ഉറപ്പിച്ചു. അങ്ങനെ നമ്മൾ ബുക്കിംഗ് വൈറ്റിലോട്ട് നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ സമയത്ത് നമ്മളെല്ലാം സെറ്റായി, എല്ലാം കഴിഞ്ഞു. ലോണിന്റെ ഹമ്പൾ അങ്ങ് നടന്നു. ആ സമയത്താണ് പ്രശ്നം ഉണ്ടാകുന്നത്. അതായത് നമ്മൾ മറ്റേ
നമ്മുടെ റോക്കി മരിച്ചുപോയ ആ സമയത്താണ്. അപ്പോൾ ആ സമയത്ത് അവർ ഭയങ്കരമായിട്ട് നമ്മളെ ഈ പ്രഷറൈസ് ചെയ്തു, പ്രോസസ് ആക്ച്വലി നമ്മൾ എല്ലാ പ്രോസസ്സിനും കൊടുത്തതാണ്. നമ്മളെല്ലാ ഡോക്യുമെന്റേഷൻസും കൊടുത്ത് എല്ലാം കഴിഞ്ഞു. അപ്പോൾ അവർക്ക് ലേറ്റസ്റ്റ് ഒരു ഡോക്യുമെന്റ് വേണം. അപ്പോൾ നമ്മൾ എടുക്കുന്ന ദിവസമാണ് റോക്കി മരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് കൊടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവർക്ക് ലോൺ പ്രോസസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അത് നമ്മളെ വിളിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞ ഇങ്ങനെ ഒരു സംഭവത്തിലാണ് ഒരു 2 ദിവസം വെയിറ്റ് ചെയ്യും, അത് നിങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. സമ്മതിച്ചില്ല. അവർക്ക് അപ്പം തന്നെ ലോൺ പ്രോസസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം തന്നെ നമ്മൾ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ക്യാൻസൽ ചെയ്ത് ഇവരുടെ സ്വഭാവമൊക്കെ മാറി, ഇവരങ്ങ് കാല് പിടിക്കുന്ന രീതിയിലായി. പക്ഷേ ഡീലിംഗിന്റെ പല ഘട്ടങ്ങളിലും നമുക്കതൊരു ട്രാൻസ്പെറൻസി ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് കൂടെയാണ് പലതവണ കള്ളത്തരമൊക്കെ പറഞ്ഞു, പല ഓഫേഴ്സ് അവർ നമ്മുടെ അടുത്ത് പറഞ്ഞില്ല. ഏത് ഷോറൂമാണ് നമ്മൾ പറയുന്നില്ല. പക്ഷെ ഇങ്ങനെയാണ് നമ്മൾ എല്ലാം ഓപ്പൺ ആയിട്ട് പറഞ്ഞില്ല. പിന്നെ ഞങ്ങൾ വേറെ ഷോറൂമിൽ അന്വേഷിച്ച് ഞങ്ങളുടെ ഫ്രണ്ട്സ് വഴി അറിഞ്ഞൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു ഓഫർ ഉണ്ട്, അത് അങ്ങനെയൊക്കെയാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ടാണ് കട കൊടുക്കുന്നത്. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ചാൾ നോക്കിയില്ല അല്ലേ, നോക്കിയിട്ട് മരിച്ചോണ്ട് അതെ കുറച്ച് നാൾ നമ്മൾ ഗ്യാപ്പ് ഇട്ടു കേട്ടോ. നമുക്ക് അതൊരു അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുത്തിരുന്നു. പിന്നെ നമ്മൾ വണ്ടി തപ്പിൽ കുറച്ച് നാളത്തേക്ക് നിർത്തി. പിന്നെ നമ്മളൊരു പെരുവഴിയിലെത്തിയ ഒരു അവസ്ഥ, ഒന്നും അങ്ങോട്ട് ആയില്ല, എന്നാ വേണോ വേണ്ടയോ അങ്ങനെയൊക്കെ ഉള്ള 100,000 ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൂടെ ഇങ്ങനെ കടന്നു. അത് കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ ബ്ലാങ്ക് ആയി, നമുക്ക് ഏത് വണ്ടി എടുക്കണമെന്നൊന്നും അറിയില്ല. അതെ, അതായത് നമ്മള് കഴിഞ്ഞ സെപ്റ്റംബറിലാണെന്ന് തോന്നുന്നു വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ പിന്നെ നമ്മൾ അഗെയിൻ ഒരു റൗണ്ട് എന്തായാലും MG നമ്മൾ ഇനി പോകുന്നില്ല എന്നുള്ള ഉറപ്പിച്ചു, പല കാരണങ്ങളും കൊണ്ടും. അപ്പം ഇനിയിപ്പം വേറൊരു വണ്ടി എടുക്കാം എന്നുള്ള രീതിയിൽ. അപ്പൊ നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാം ഉള്ളവർ, ഇനിയിപ്പം എപ്പോഴും വണ്ടി എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെയാണല്ലോ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇച്ചിരി നല്ല വണ്ടി, സൈസും ഫീച്ചേഴ്സും എല്ലാം ഉള്ള ഒരു വണ്ടി എടുക്കണമെന്നായിരുന്നു നമ്മുടെ താല്പര്യം. അങ്ങനെ നമ്മൾ വീണ്ടും കറങ്ങി തിരിഞ്ഞ് ഫസ്റ്റിനെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ ആദ്യം പോയത് മഹീന്ദ്ര ഷോറൂമിൽ പോയിട്ട് നമ്മൾ ശരിക്കും താർ നോക്കാനാണ് പോയത്. താറിന് 3 ഡോർ ആണെന്നുള്ളൂ. അപ്പൊ അതിനുശേഷം നമ്മളിവിടെ ചെന്നപ്പോഴാണ് നമ്മളൊരു രാജാന ഒരു സാധനം കാണുന്നത്. എക്സിവ് അല്ല, സ്കോർപിയോ, ബിഗ് ഡാഡി അവിടെ ഇങ്ങനെ കിടക്കും. ഞങ്ങൾ ആദ്യം ഫോർച്യൂണർ പോലൊരു വണ്ടി അടുത്തിത്ര കണ്ടിട്ടില്ലായിരുന്നു സ്കോർപിയോ. അപ്പൊ അങ്ങനെ അത് ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ അങ്ങനെ അത് വാങ്ങിക്കാന്നൊക്കെ വെച്ചു. കാരണം അത്ര സൈസ് നമ്മൾ കിടലും പോയി, നല്ല വണ്ടിയാണ്, എല്ലാം കൊള്ളാം. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഉദ്ദേശിച്ച ആ പ്രൈസിനുള്ള ഫീച്ചേഴ്സ് ഇല്ലായിരുന്നു, കുറവാണ്. അപ്പൊ അതൊരു വില്ലനായിട്ട് വന്നുകൊണ്ട് നമ്മളത് വേണ്ടെന്ന് വെച്ചു. അപ്പൊ അതിനുശേഷം താറ് നോക്കി. അപ്പൊ അങ്ങനെ താറ് ഡെയിലി യൂസിനൊന്നും പറ്റിയൊരു വണ്ടിയല്ല. നമ്മളപ്പം പിന്നെ ബാക്കിൽ 3 ഡോർ ആയിരുന്നു, ബാക്കിൽ കയറാനും ഒരു പാട്. അപ്പൊ അതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചു. പിന്നെ XUV 700 അവിടെ കിടപ്പുണ്ട്, നമ്മൾ ശ്രദ്ധിച്ചതേ ഇല്ല. നമുക്ക് അന്നേരം ആ ഒരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അത് ബേസിക്കലി ഞാൻ പറഞ്ഞ പോലെ 7 സീറ്റർ ആയതുകൊണ്ട് നമുക്ക് ഇത്രയും വലിയ വണ്ടി, ഇത്രയും കോസ്റ്റ്, അതെല്ലാം കൂടെ വെച്ചിട്ടാണ് നമ്മൾ അന്ന് വേണ്ടാന്ന് വിചാരിച്ചത്. പിന്നെ നമ്മൾ അവിടുന്ന് പിന്നെ കിയ പോയി, പിന്നെ എല്ലാ വണ്ടികളും മാരുതിയും ഉണ്ടായി ഒഴിച്ച് ബാക്കി എല്ലാ വണ്ടിയും, ടാറ്റയുടെ വണ്ടികൾ, കിയയുടെ വണ്ടികൾ, അങ്ങനെ എല്ലാ വണ്ടികളും നമ്മൾ ഓടിച്ചു നോക്കി. പക്ഷെ ഒന്നിനും ആ ഒരു ഫീൽ കിട്ടിയില്ല. അതെ, അപ്പൊ ഈ ഓടിച്ചതില് നമുക്ക് ഇച്ചിരിയെങ്കിലും ഫസ്റ്റ് പ്രിഫറൻസ് മഹീന്ദ്ര തന്നെയായിരുന്നു. പിന്നെ ഉള്ളത് ഹാരിയർ വന്നപ്പോഴാണ് അതിന്റെ പാരലായിട്ട് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന വേറെ ഏതുണ്ടെന്ന് നോക്കിയപ്പോഴാണ് XUV 90 വന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ XUV-ലോട്ട് പോകുന്നത്. അതെ, അപ്പൊ XUV നമ്മൾ ഒരു തവണ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. പിന്നെ ഈ പറഞ്ഞ പോലെ 100,000 ചിന്തകളും ആശയക്കുഴപ്പങ്ങളും പ്രൈസ് എല്ലാം വെച്ച് 7 സീറ്റർ ആണ് ലക്ഷറി. അതായത് നമുക്ക് ലക്ഷറി മോഡലാണ് നോക്കുന്നത്. അപ്പൊ ആ മോഡലിൽ ഉള്ള ഫീച്ചേഴ്സ് ഒക്കെ ഉള്ളത് ആ മോഡലിലേ ഉള്ളൂ. അപ്പൊ അതിൽ 7 സീറ്റർ മാത്രമേ ഉള്ളൂ, 5 സീറ്റർ ഇല്ല. 5 സീറ്റർ വേണമെങ്കിൽ നമ്മൾ കുറെ ഫീച്ചേഴ്സ് സാക്രിഫൈസ് ചെയ്യും. അവസാനം പിന്നെ നമ്മൾ എന്തായാലും വിചാരിച്ചു ഹാരിയർ എന്തായാലും വേണ്ട. അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്, എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. ഹാരിയർ നമുക്ക് പല ഫീച്ചേഴ്സ് നമുക്ക് ഹാരിയറിന് അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഞാൻ പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു വേണ്ട, നമുക്ക് എന്നാൽ XUV ഓടിച്ച് നോക്കാം. അപ്പൊ അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ SS മഹീന്ദ്രയിൽ പോയി. അവിടെ പോയിട്ട് നമ്മൾ ഒരു അടിപൊളി ഒരു സെയിൽസ് റെപ്പിനെ കിട്ടി. പുള്ളി നമുക്ക് എല്ലാം ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു. പുള്ളിയുടെ പേര് വന്നിട്ട് ദാവി എന്നാണ്. അറിയായിരിക്കും, SS മഹീന്ദ്രയിൽ പോയവർക്ക് അറിയായിരിക്കും. ദാവി എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി അടിപൊളിയാണ്. പുള്ളി എല്ലാം പറഞ്ഞു. ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളെ ഫോളോ അപ്പ് ചെയ്ത് നമ്മൾ ഭയങ്കരമായിട്ട് പ്രഷറൈസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇടയ്ക്ക് വിളിക്കും, അന്വേഷിക്കും, അടുത്ത നമ്മളൊരു സമയം പോകും, പിന്നെ വിളിക്കത്തുള്ളൂ. പക്ഷെ അവിടെയും അപ്പൊ നമ്മൾ ഏകദേശം ഒന്ന് ഉറപ്പിച്ചു വന്നു കേട്ടോ. അപ്പൊ ഹാരിയർ തട്ടിപ്പോയി. പിന്നെ നമ്മുടെ മുന്നിലുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ XUV 700. അപ്പൊ നമുക്കൊരു വില്ലൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഡസ്റ്റർ പോകണമായിരുന്നു. ഡസ്റ്റർ പോയാൽ മാത്രമേ നമുക്ക് ഈ വണ്ടി എടുക്കാൻ പറ്റൂ. 2 വണ്ടി കൂടെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള അതും സോട്ടായി, അപ്പൊ അതിനുശേഷം നമ്മൾ വീണ്ടും അപ്പൊ ഇനിയിപ്പം വണ്ടി ഇല്ലല്ലോ, എന്തായാലും വണ്ടി വേണം, അപ്പൊ എടുത്തേ പറ്റുള്ളൂ. ആ സമയത്താണ് ഈ പറഞ്ഞ പോലെ താറോക്സ് വന്നത്. അപ്പൊ നമ്മൾ ഒന്നുകൂടെ ചെക്ക് ചെയ്യാൻ വേണ്ടി, വണ്ടിയുടെ കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഷോറൂമിൽ ചെന്നപ്പോഴാണ് ഇതേ നടക്കുന്നതാണ് നമ്മുടെ താറോക്സ്. കണ്ടിട്ട് കൊള്ളാം, കണ്ടിട്ട് അടിപൊളിയാണ്. താറോക്സ് സൂപ്പറാണ്. താറോക്സിനെ പറ്റി നമുക്കൊന്നും അങ്ങനെ നെഗറ്റീവ് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും കാഴ്ചയിൽ ഒന്നും പറയാനില്ല. പക്ഷെ നമുക്ക് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അങ്ങനെ തോന്നണമെന്നില്ല. ഒന്ന് ഞങ്ങൾക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കംഫർട്ട്. നമുക്ക് ഇപ്പൊ ലക്ഷറി XUV 700 നമ്മൾ രണ്ടുപേരും ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ലാവിഷായിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് നമുക്ക് ഇരിക്കാം. ലക്ഷറി ഫീലിംഗ് ഉണ്ട്. പക്ഷേ കാറിലിരിക്കുമ്പോൾ ബേസിക്കലി അതൊരു ടഫ് വണ്ടിയാണ്. അപ്പോൾ ആ ഇരിക്കുന്ന ഫീൽ നമുക്ക് അതിനകത്ത് എന്തായാലും ടഫ് ഫീൽ ഉണ്ടാവും. ലക്ഷറി ഫീൽ എന്തായാലും കിട്ടത്തില്ല. അപ്പോൾ ഒരു ഫാമിലി ആയിട്ട്
ഞങ്ങളുടെ എക്സ്പെക്ടേഷൻ ലക്ഷറി കാർ എന്ന് പറയുന്നത് നല്ല കാം ആൻഡ് ക്വയറ്റ് നല്ല കൂളായിട്ട് പോകാൻ പറ്റുന്ന ഒരു സാധനം. അപ്പൊ നമ്മളെന്നും ഓഫ് റോഡിലൊന്നും പോകുന്നില്ല. അതെ, അതായത് ഞങ്ങൾ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ നല്ല സ്പേഷ്യസ് ആണ്. ഇപ്പൊ XUV700 കമ്പാരിറ്റീവ്ലി കാറിനെ വെച്ച് നോക്കുമ്പോൾ നല്ല സ്പേഷ്യസ് ആണ്. അതുപോലെ തന്നെ കംഫർട്ട്, നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് ഒരു ലോങ് ഡ്രൈവ് പോകുമ്പോൾ, എസ്പെഷ്യലി ലേഡീസ് ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത്. പക്ഷെ അടിപൊളിയാണ് കംഫർട്ട്, ഡ്രൈവിംഗ് ഒക്കെ സൂപ്പറാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ തോന്നി ഇച്ചിരി നേരം ഓടിക്കുമ്പോൾ നമുക്കൊരു ഇത് തോന്നും. പിന്നെ ഒരു 80 മുകളിലോട്ട് പോകുമ്പോൾ ഒരു സ്റ്റെബിലിറ്റി കുറവ് പോലെ എനിക്ക് തോന്നി വണ്ടി ഓടിച്ചപ്പോൾ. പിന്നെ അതിന്റെ ഓഡിയോ ക്വാളിറ്റി മറ്റേ XUV700 ഓഡിയോ ക്വാളിറ്റി ഒരു രക്ഷയില്ല. അപ്പൊ അത്രയും ഫീൽ എനിക്ക് താറിൽ കിട്ടിയില്ല. പിന്നെ ഫീച്ചേഴ്സ് വൈസ് എന്തായാലും XUV700 ഫീച്ചേഴ്സ് വൈസിൽ കുറച്ച് മുന്നിട്ട് നിൽക്കുന്നത് XUV700 ആണ്. ബോഡി റോൾ ഉള്ള പോലെയൊക്കെ ഫീൽ ചെയ്തു. പക്ഷെ XUV നമുക്കത് കുറവ്, കാരണം ഞാൻ ഒരേ റോഡിലാണ് രണ്ടും ഓടിച്ച് നോക്കിയത്. കമ്പാരിറ്റീവ്ലി ഇത് വെച്ച് നോക്കുമ്പോൾ XUV നല്ല അല്ലേ, കുറെ കൂടെ കംഫർട്ട് വൈസ് അടിപൊളിയാണ്, ഫീച്ചേഴ്സ് വൈസ് അടിപൊളിയാണ്. നമ്മൾ എന്തായാലും ഇത്രയും നമ്മൾ എന്തുകൊണ്ട് നല്ലൊരു വണ്ടി എടുത്തു. അത് മാത്രമല്ല ഈ പറഞ്ഞതുപോലെ താർ റോക്സ് നമുക്കൊരു പ്രൈമറി വണ്ടിയായിട്ട് യൂസ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും, സെക്കൻഡറി ആയിട്ട് യൂസ് ചെയ്യാം. വേറെ വണ്ടി ഉണ്ടെങ്കിൽ സെക്കൻഡറി ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് അടിപൊളിയായിരിക്കും. പിന്നെ അതിന്റെ മേളിൽ ഒരു കൂനുണ്ട്, എനിക്ക് അത് ഇഷ്ടപ്പെട്ടു. ബാക്ക് സൈഡ് നമ്മുടെ പേഴ്സണൽ സാധനമാണ്, തേച്ച് വെച്ച പോലെ ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ വന്നപ്പോ നമുക്ക് അതും അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അല്ലാത്തവർക്ക് ഇപ്പം അതെടുക്കാൻ പോകുന്ന ഒരാൾക്ക് ഒരിക്കലും നമ്മൾ അങ്ങനെ പറയല്ല. എന്നാലും നമ്മുടെ പേഴ്സണലി നമ്മൾ വെച്ച കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്, അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്, ഓരോരുത്തർക്കും ഓരോ. ഇപ്പൊ നിങ്ങൾ കാണുന്ന ഒരു ഫാമിലിയാണ്, അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ലക്ഷറി, കംഫർട്ട്, ലോങ് ഡ്രൈവ്, പാട്ടിന്റെ ക്വാളിറ്റി, പിന്നെ അതുപോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ XUV700 ആയിരിക്കും ഇച്ചിരി ബെറ്റർ എന്നാണ് നമ്മൾ പറയുന്നത്. ആവശ്യം ചിലപ്പോൾ വേറെ, നമ്മളെ ആവശ്യം നമ്മളിപ്പോൾ ബ്ലോഗിങ്ങിനൊക്കെ പോകുമ്പോൾ, ട്രാവൽ ചെയ്യാനൊക്കെ പോകുമ്പോൾ, അങ്ങനെ കുറെ ആവശ്യങ്ങൾ നമുക്ക് ഉണ്ടായത് ഒരു കംഫർട്ട് സോണാണ്. നമ്മൾ ഒരു സെക്യൂർ ആയിട്ടുള്ള പവർഫുൾ എഞ്ചിൻ XUV700 തന്നെയാണ്. കോടയില്ലെങ്കിൽ ഒരു തെറ്റായി പോയി തീരുമാനം ഒന്നും ഒരിക്കലും വളരെ നല്ലൊരു തീരുമാനമായിരുന്നു. പക്ഷെ അതിനെല്ലാം പോസിറ്റീവ് ഒന്നുമില്ല, നെഗറ്റീവ്സും ഉണ്ട്. അപ്പൊ അതെല്ലാം കൂടെ വെച്ചിട്ട് നമ്മൾ ഒരു റിവ്യൂ നമ്മൾ എന്തായാലും ചെയ്യുന്നുണ്ട്. എന്ത് സാധനം വാങ്ങിച്ചാലും കുറെ റിസർച്ച് ചെയ്യും. ഏകദേശം 2 വർഷത്തോളം നമ്മൾ റിസർച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു തീരുമാനത്തിൽ എത്തിയത്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, വണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും മാറ്റി മാറ്റി ഉപയോഗിക്കാൻ പറ്റുന്ന ബിസിനസ് അല്ല. നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, ഇത് ഒരു പുത്തൻ താർ റോക്സ്. പിന്നെ അപ്പുറത്ത് കിടക്കുന്നത് ഇപ്പോൾ പോണ ഒരു ബ്ലാക്ക് കളർ, പിന്നെ അപ്പുറത്ത് പാർക്കിങ്ങിൻ്റെ അവിടെ ഒരെണ്ണം കിടക്കുന്നു, അതും പുതിയ താർ തന്നെയാണ്. അപ്പം ഇഷ്ടങ്ങളല്ലേ അല്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണും. ചെറിയൊരു പിക്ചർ കിട്ടിയിട്ടുണ്ടാവും. സൗണ്ടിന്റെ കാര്യത്തിൽ ഒന്ന് ക്ഷമിക്കുക, കാരണം നമ്മൾ മൈക്ക് എടുക്കാൻ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നല്ല കാറ്റും ഉണ്ട്, അപ്പൊ എത്രത്തോളം കേൾക്കാൻ പറ്റുന്ന അറിയില്ല. എല്ലാ അവസാന നിമിഷം ആയതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് അത്രയേ ഉള്ളൂ.